ഹലോ ഗൈസ്, അമർ വ്ളോഗ്സിലേക്ക് പുതിയൊരു അമർ വ്ളോഗ്സിന്റെ ചാനലിലേക്ക് കുറെ ഗൈസ് ഇൻട്രോ ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. അമർ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. എന്താ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിന് ഒരു ചെറിയ ചലഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് ബാക്കിലേക്കുണ്ട്, വേറൊരു ഫ്രണ്ട് ഇപ്പൊ കാറിൽ കയറും. എന്താ ചലഞ്ച് വെച്ചാൽ സൈൻ ലാബ് ഉണ്ട്, നമ്മുടെ ഒറ്റപ്പാലം സൈൻ ലാബ് വന്നിട്ടുണ്ട്. അപ്പൊ സൈൻ ലാബ് വന്ന് 3 ബോക്സ് സാധനങ്ങൾ 3 ഇവര് രണ്ടുപേരും കൂടി ഇരുന്ന് കഴിക്കണതാണ് ഞങ്ങളുടെ ചലഞ്ച്. അപ്പൊ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ ഇവര് ഓക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നേരെ പോകുന്നത് അപ്പൊ ഓൺ ദ വേ ആണ്. അപ്പൊ നേരത്തെ കാറിലാണ്. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളും കാണിച്ചത്. കുറെ വീഡിയോസ് ഒക്കെ നമ്മുടെ വന്നിട്ട് ഇനി കണ്ടിന്യൂസ് ആയി വീഡിയോ ഇടാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലത്തിലൊക്കെ വന്നു പോകാനാണ് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ഒക്കെ ഇടണം ഗൈസ്. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോസ് ഒക്കെ പോവാം. നമ്മളെ കാത്തിട്ട് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു അടുത്ത പോരാളി, നമ്മുടെ പോരാളി, അടുത്ത നമ്മുടെ സൈലാബാൻ കഴിക്കാൻ വരുന്ന പോരാളി നമ്പർ 2 ഗൈസ്. പോരാളി നമ്പർ 2 കേറിയിട്ടുണ്ട്. പോരാളി നമ്പർ 1. ഇന്ന് നിങ്ങൾ രണ്ടുപേരും കഴിക്കില്ലേ? 3 കഴിക്കില്ലേ? ഉറപ്പല്ലേ? ഈ ചെറിയ ലാസ്റ്റ് ഉണ്ടാവില്ലേ? വ്ളോഗാണ്. ആ ഈ ചെറിയ ലാസ്റ്റ് കാണണം. അപ്പൊ ഗൈസ് നമ്മൾ എല്ലാവരും കേറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് 3 സൈലാബാൻ കഴിക്കുമ്പോഴാണ് പിള്ളേർ കയറിയിരിക്കുന്നത് ഗൈസ്. ചലഞ്ച് വെച്ച് കഴിഞ്ഞാൽ 3 കഴിച്ചു കഴിഞ്ഞാൽ പൈസ ഞാൻ കൊടുക്കും, പ്ലസ് ഇവർക്ക് രണ്ടുപേർക്ക് 1000 രൂപ വെച്ച് ഞാൻ കൊടുക്കും. ഓക്കെ, മേ ബി ഇവര് ഒന്നാ കഴിച്ചാൽ ഞാൻ പൈസ കൊടുക്കൂല. അതിന്റെ കഴിച്ചതിന്റെ പൈസ അവര് കൊടുക്കും വേണം, ഞാൻ ഒന്നും കൊടുക്കില്ല. അപ്പൊ ഗൈസ് ഇനി നമ്മള് നേരെ സൈൻ ലാബാനിൽ എത്തിയിട്ട് അവിടെ നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. നമ്മള് സൈൻ ലാബാനിൽ എത്തി. ഏതാ വേണ്ടി സെലക്ട് ചെയ്യും ഗൈസ്. 3 പറഞ്ഞു. ഇത് 3 എടുക്കാൻ ഞാൻ പറയേണ്ടി വരും, അതെടുക്കാറില്ല. ഇത് 3 എടുക്കട്ടെ. ഈ 3 ആദ്യം 2 കഴിക്കും. ചെറുതാണ്, ഇത് ചെറുതാണ്. ഓക്കെ, 2 കഴിച്ചിട്ട് പിന്നെ ബാക്കി കഴിക്കാം. ഓക്കെ, ഇത് 2 ഗൈസ്. അപ്പൊ നമ്മളിതാ സാധനമൊക്കെ ബില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ സാധനം ഇപ്പൊ വരണം, ഇവര് 2 കഴിക്കാൻ റെഡിയാണ്. അപ്പൊ നമ്മള് സൈൻ ലാബും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ അപ്പൊ ഇവരിത് കഴിക്കണതും ഇതൊക്കെ കാണണം, നമുക്ക് കാണാം. നമ്മളൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഇരുന്ന് കഴിക്കും. എവിടെ സാധനം അവിടെ ഇതാ. അപ്പൊ ഇവര് തോറ്റമ്പിയാണ് അവിടെ ഗൈസ്. നമ്മളിതാ ഒരു നല്ല അടിപൊളി സ്ഥലത്ത് വന്നിട്ടുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇതാ 2 നടക്കുന്നുണ്ട്. നമ്മുടെ ചാലഞ്ചേഴ്സ് 2 പേരും റെഡി അല്ലേ? ഈ അവസരത്തിൽ എന്താ പറയാനുള്ളത് ഒന്ന് നോക്കൂ. ഓക്കെ ഓക്കെ. ആദ്യം പ്രവൃത്തിയിൽ കാണിച്ചു തരുന്നതാണോ? സാർക്ക് എന്താ പറയാനുള്ളത്? ജയിച്ചിട്ട് നീയോ? ഓക്കെ, അപ്പൊ ജയിച്ചിട്ടേ വരുള്ളൂ. ശാസ്ത്ര ഇവര് എന്ത് ചെയ്യുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. 100% അപ്പൊ ഗൈസ് കാണാം, എന്തായാലും കാണാം. ഇനി എന്തായാലും അധികം സമയമില്ല, നമുക്ക് എന്തായാലും സമയം വേസ്റ്റ് ആക്കില്ല, പറഞ്ഞാരും ബോറടിപ്പിക്കില്ല ഗൈസ്. പ്ലാത്തറുടെ പുലിക്കുട്ടിയും മലപ്പുറത്തിന്റെ സിംഹക്കുട്ടിയും ഒരേ മണ്ണിൽ ഏറ്റുമുട്ടാൻ പോകുകയാണ് ഗൈസ്. ഇത് നമ്മുടെ വിജയ നിമിഷം. ഇനി നമുക്ക് കളി സ്ക്രീനിൽ കാണാം ഗൈസ്. അപ്പൊ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോണ് ഗൈസ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഇത് വേണ്ട, ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തോ. ഫസ്റ്റ് ഓക്കെ, ശ്വാസം വീട് എടുക്കോ? ഓക്കെ അല്ലേ? അപ്പൊ ഗൈസ് നമ്മളിതാ സൈൻ ലാബിന്റെ സാധനമൊക്കെ തുറന്നിട്ടുണ്ട്. ഫസ്റ്റ് കപ്സാണ് നമ്മൾ തുറക്കാൻ പോണത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കപ്സാണ് തുറക്കാൻ പോണത്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടി വാങ്ങും. അത് ജയിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് 2 വെച്ച് കൊടുക്കും ചെയ്യും, പ്ലസ് ഇതിന്റെ പൈസ ഞാൻ കൊടുക്കും ചെയ്യും. അപ്പൊ ഗൈസ് സാധനം ഇതിന്റെ അടുത്ത് കൊണ്ടു കാണിച്ചു കൊടുക്കും. സാധനം കാണിച്ചു കൊടുക്കേ. ഇങ്ങോട്ട് വാ, എനിക്ക് വ്ളോഗ് എടുക്കാൻ അറിയില്ല കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ കപ്സ. ഇതാണ് നമ്മുടെ പിള്ളേര് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മക്കളെ സ്റ്റാർട്ട് ചെയ്തോ. ഫസ്റ്റ് ബൈറ്റ് എടുക്കണേ. നേരത്തെ കൊറേ കഴിക്കുന്നതാണ് നമ്മുടെ പിള്ളേർ. 3 കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? ശാസ്ത്രി വെള്ളം വരുന്നുണ്ടോ? പിന്നെ നല്ല വരുന്നുണ്ട്. പിള്ളേര് ഫുള്ള് കഴിക്കും. അപ്പൊ ഞങ്ങള് കുറച്ച് ഇവരൊന്ന് ഇതിപ്പോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരു ഹാഫ് ആവുമ്പോഴത്തേക്ക് അടുത്തൊരു വീഡിയോ എടുക്കാം ഗൈസ്. എന്റെ ജീവിതത്തിലാണ് ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ എന്റെ ഉമ്മിലിരുന്ന് കഴിച്ച ഒരു തുള്ളി വെള്ളം പോലും എന്റെ വായിൽ വരില്ല. അടക്കോ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്.
പൊറോട്ടയിൽ ചോക്ലേറ്റ് ഇട്ട് വരുന്നുണ്ടെന്ന് പറയുന്നത് ഗൈസ്. കോമഡി കേട്ടോ അല്ലേ ഗൈസ്? അവിടെ പിള്ളേരത് അടിച്ച് കേറാണ്, ഒന്നും പറയാനില്ല. പട്ടിയും പൂച്ചനും കൊടുക്കാറുണ്ടോ? എന്താ മതിയോ? എന്തോ പറയാമോ? മതിയോ? കംപ്ലീറ്റ് ആക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മളിത് 3 എണ്ണം കഴിച്ചിട്ടേ പോളൂ അല്ലേ? 2 3 ഉണ്ടായിരുന്നു. അന്നാലാണ് ഞാൻ പൈസ തരുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പൈസ. വെള്ളമൊന്നുമില്ല. ഈ ആദ്യമായിട്ടില്ല യൂട്യൂബിൽ വരാൻ പോണത്, അതിന് സന്തോഷം എനിക്ക് ഉണ്ട്. മേഘ കഴിക്കും? മേഘ കഴിക്കുന്നുണ്ട്, പക്ഷെ ബണ്ണിന്റെ ഒരു പൊറോട്ട ചോക്ലേറ്റ് ഇട്ട മാതിരി ബണ്ണാണോ എന്നൊക്കെ ചോദിക്കണത്. ഇത് ആദ്യമായിട്ടല്ല നിങ്ങൾ കഴിക്കണേ ഗൈസ്. നമ്മുടെ ക്യാമറാമാൻ്റെ ഒരു എഫേർട്ട് നോക്കി, ക്യാമറ എങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറമാൻ എഫേർട്ട് നോക്കി ഗൈസ്, എങ്ങനെ സെറ്റ് ചെയ്യാത്ത ഗൈസ്. ഇവിടുത്തെ വിഷ്വൽസ് ആണ് മെയിൻ. ഇതാ കുറച്ചായി പിള്ളേർക്ക് അടുത്തതുണ്ട്, കുറച്ച് കഴിക്കാനുള്ളൂ. നമ്മുടെ മോക്കൊക്കെ മാറും. വ്ളോഗിൽ കാണിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവളുടെ മുഖത്ത് നേരെ നോക്ക് ഗൈസ്, ഒരു ക്ഷീണം കാണുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ ഗൈസ്. പിള്ളേരെ അടിച്ചു കയറുന്നുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടി ഉണ്ട്. ഇതൊന്നുണ്ട്, ഇനി അടുത്ത് പോകുന്നുണ്ട്. അത് കേക്കാണേ. തുണി നനച്ച പോലെ ഉണ്ട് ഇത്ര സൈഡിലപ്പൻ. ആദ്യമായിട്ട് അങ്ങനെ പൊറോട്ട അവളെ നോക്കിട്ട് ഇതാക്കരുത്, വിലയിരുത്തരുത്. അതാണ് ഇവളില്ലേ ഒരു മുതലാണ്. വരുമ്പോ കഷായൊക്കെ കുടിച്ചിട്ട് ഗൈസ് വന്നിക്കണ. ഇവിടെ കഷായം കുടിച്ചിട്ട് വന്നിക്കണേ. അച്ഛൻ വൈദ്യരാണ്, കഷായം കുടിച്ചിട്ട് വേറൊക്കെ സെറ്റ് ആക്കിട്ട് വന്നിക്കണ. ഇവള് മധുര ഏൽക്കാണ്ട് എല്ലാം പ്രിപ്പയർഡ് ആയിട്ടാണ്. ഇവളുടെ മുഖത്തെ എക്സ്പ്രഷൻ കിട്ടുന്നുണ്ടോ നോക്കണം. വിട്ടുകൊടുക്കില്ല ഗൈസ്. ഞങ്ങൾ രണ്ടും കഴിക്കാൻ പോയി. ഞാനും ഇവളുടെ സ്ഥാനത്ത് ഞാനും ഇവളുടെ സ്ഥാനത്ത് നമ്മളായിരുന്നു. കറക്റ്റ് കളഞ്ഞു ജീവൻ പോയിന്റെ. ഗൈസ് അവളുടെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ മാറുന്നു. മേഘയുടെ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ മാറുന്നു. നമ്മുടെ ഫോണൊക്കെ അവിടെ സെറ്റ് ചെയ്യിക്കണം നമ്മള് കണ്ടോ. ഓക്കെ, പിള്ളേര് അടിച്ച് കയറുന്നുണ്ട്. എങ്ങനെയുണ്ട് മേഘയ്ക്ക് കുറച്ച് എന്തൊക്കെ ഒരു ഇവിടെ കഷായം കുടിച്ചോണ്ടൊരു കുഴപ്പമൊന്നുമില്ല. ഇനി എപ്പോഴാ പണി വേണമെന്ന് അറിയില്ല. ഇവിടെ ഓക്കെ അല്ലേ? ചലഞ്ചാണ്. നമ്മൾ രണ്ടുപേരും, ഞാൻ മാത്രല്ല. പപ്പട പോലത്തെ ഇതില് പപ്പടം പോലത്തെ കഴിയാറായിട്ടോ. ഇത് നോക്കും കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. അതാണ് അരിഞ്ഞുള്ളപ്പോഴത്തേക്ക് ചലഞ്ച് തോക്കില്ല. 3 നാളെ വരെ വേണമെങ്കിൽ പോകും ഇവിടെ. എനിക്ക് മേഘനെ റിലേറ്റ് ചെയ്യാൻ പറ്റിട്ടാ. എനിക്കാണ് മേഘനെ ഏറ്റവും കൂടുതൽ റെഡി. ഞാൻ മേഘ തന്നെയാണ്. ഞാൻ കുറച്ച് അതിനൊരു സംശയമില്ല. അരിമൊക്കെ ഓക്കെയാണ് ഗൈസ്, അതിലൊന്നും ഒരു പ്രശ്നമില്ല. അരിമ അടുത്തതും പൊട്ടുമാരി അടിക്കും. ഒരാൾക്ക് അതിലുള്ള ബന്നുമാരി സാധനം പറ്റില്ല, ഒരാൾക്ക് പപ്പടമാരിന്റെ സാധനം പറ്റില്ല. സേമിയ അല്ല അത്, അതാണ് കുനാഫ. രണ്ടുപേരുടെ ചലഞ്ചിന് വിളിക്കായിരുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം. എക്സ്പ്രഷൻ കിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഈ അടുത്ത വിട്ടുകൊടുക്കരുത്. എന്തായാലും നമ്മൾ തോക്കും. സംസാരിക്കാൻ പാടില്ല. നീ കംപ്ലീറ്റ് ചെയ്യും, ഞാൻ വരാം.
ഞാൻ 50% എടുത്തു. ഞാൻ വലിയ പെണ്ണ് കഴിച്ചു. ഞാൻ വലിയ പെണ്ണ് കഴിച്ചു. ആരുടെയാണ് അതോടെ വെക്ക. ലാസ്റ്റ് കഴിച്ചാൽ മതിയല്ലോ. ഒന്നും കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ. ഒന്നുമില്ല. മൂന്നെണ്ണാണ് ഇവരത്ത് പറഞ്ഞത്. മൂന്നെണ്ണം ഇതും കൂടി കഴിക്കാമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഇറങ്ങണില്ല. ഇത് ഞാൻ കഴിക്കും. ഐ പ്രോമിസ്. ഇത് ഞാൻ കഴിക്കും. ഇത് നീ കഴിക്കും. ഒരു ബാൻഡറി അത് ചങ്കുന്ന് ഇറങ്ങണില്ല. നമുക്ക് എന്തായാലും മിക്സ് ആക്കാം. അത് ഒതുങ്ങി ഇരിക്കാം അവിടെ. ടേസ്റ്റ് മാറും. അല്ലെങ്കിൽ ലാസ്റ്റ് കഴിക്കാം. കോൺഫിഡൻസ് ആണ് ഏറ്റവും മെയിൻ. ഇപ്പോഴും തോറ്റിട്ടില്ല. തരുള്ളൂ. എന്തത്ര മടി. ഞാൻ പറയണില്ല. എന്റെ കൂടെ ചലഞ്ചിന് വന്നതാ. എന്റെ വീട്ടിലുള്ള ഫൈനലി അടിക്കും ഇങ്ങോട്ട് അടിക്കും ഗൈസ്. അപ്പൊ നമ്മുടെ പിള്ളേര് ഒന്ന് ഫുള്ള് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒന്ന് ഫുള്ള് കഴിച്ചു. ഇനി നമ്മുടെ പിള്ളേർ അടുത്തേക്ക് പോവാണ്. അപ്പൊ അടുത്ത് തുറന്നോ. സന്തോഷത്തോടെ തുറക്ക്. അടുത്ത് തുറക്ക് സന്തോഷമൊന്നുമില്ല ഗായ്സ്. മാഗിയാണ് അതെല്ലാം ഓപ്പൺ ചെയ്യുന്ന. മാഗിയാണ് മെയിൻ കേട്ടോ ഗായ്സ്. പെണ്ണത് അടുത്ത് തുറന്നിട്ടുണ്ട്. ഇനി നമ്മളെ പോരാളി പടക്കളത്തിലേക്ക്. ഇനി സ്പൂണുണ്ട് പടക്കളത്തിലേക്ക്. നമ്മുടെ അടുത്ത പോരാളിതാ. പോരാളികൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. യുദ്ധം സ്റ്റാർട്ട് ചെയ്യട്ടെ. പോരാളി തുടങ്ങിയിട്ടുണ്ട്. കവർപ്പിള്ളേർ ചക്കക്കൂട്ടം കണ്ടവര് തുടങ്ങിയിട്ടുണ്ട്. അടിക്ക് വേഗം. ഫസ്റ്റ് ബൈറ്റ്. അരണിയുടെ ഫസ്റ്റ് ബൈറ്റ് ആസ്വദിച്ചാണ് കഴിക്കുന്നത്. എന്താണ് എന്താ ഒരു കുഴപ്പമില്ല. കാട്ടിക്കൂട്ടുന്നില്ല. അതും മറ്റേതിന്റെ ടേസ്റ്റ് ഇതിന്ന് മാറിയതുകൊണ്ടാണ്. അത് ചോക്ലേറ്റ്, ഇത് പിസ്താച്ചോ ആയതുകൊണ്ടാണ്. ഇത് ഇവര് ശരി ഗൈസ് ചലഞ്ചിൽ വേറൊരു വ്യത്യാസം വരുത്തണം. ഇവർക്ക് 3 എണ്ണം ഞാൻ വെട്ടിച്ചുരുക്കി. ഈ 2 എണ്ണം ഇതും കൂടി അവർ കംപ്ലീറ്റ് ചെയ്തതിന് പൈസ ഞാൻ കൊടുത്തോണ്ട് 1000 രൂപ തരില്ല. ഇതിന്റെ പൈസ ഞാൻ കൊടുത്തോണ്ട്. ഓക്കെ, ഇതും കൂടി അവർ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ പൈസ ഞാൻ കൊടുത്തോണ്ട്. അതല്ലാത്ത പക്ഷം ഇതിന്റെ ഒരു ഇതില്ല ഗൈസ്. അവളുടെ മുഖം ഇത് ഇതാണ്. റെസ്റ്റ് ഇല്ല. തുടങ്ങി കഴിഞ്ഞാൽ എത്ര ടൈം ആണെങ്കിലും എടുക്കാം. റെസ്റ്റ് ഇല്ല. 2 ബൈറ്റ് കഴിച്ചു. ഇപ്പൊ സെക്കൻഡ് ബൈറ്റ് ഞാൻ പറഞ്ഞത് അപ്പോഴേ മേഘത്ത് സൂര്യനും കൊണ്ടുവരുന്നു. സൂര്യനെ കൊണ്ടുവന്ന് അവളെ നീക്കി അന്നാലും അല്ല ഞാൻ കാര്യം പറയട്ടെ. ഈ മലപ്പുറത്തിന്റെ അപമാനം അവള് വലിയ മറ്റേല് വലിയ ഡയലോഗ് അടിച്ച ഇതിൽ നോക്കി. വേണ്ടവർക്ക് നിർത്തിക്കട്ടോ. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തെ മലപ്പുറത്തിന്റെ അഭിമാനം വൈദ്യരുടെ മകൾ കഷായം വരട്ടെ. അതൊന്ന് ഷോർട്ടായിട്ട് വിട്ടുക. പകുതി അരുണിമ കഴിക്കും, പകുതി മേഘ കഴിക്കുന്നതാണ് നമ്മുടെ ഇത്. ഡിലീഷ്യസ്. അതേമാതിരി എന്താണ് എന്തൊക്കെ പറയുമല്ലോ. കുറ്റി പറിച്ചിട്ട് പോകുന്നു. കടിച്ചവരാണ് തുറക്കാനൊക്കെ. 1/2 മണിക്കൂറാണ് തീർത്തിട്ട്. 1/2 മണിക്കൂറിന്റെ പണി തീർത്തിട്ടാ ഞാൻ വന്നത്. തോറ്റമ്പി തോറ്റമ്പികള് തോറ്റമ്പികള് തൊട്ടിട്ടില്ല. ഇത് തൊട്ടിട്ടില്ല. ഒന്ന് മാത്രം തീർത്തു. തോറ്റമ്പികള് തോറ്റ് ഗൈസ്. തോറ്റമ്പി തോറ്റില്ലേ? തോറ്റമ്പി നമ്പർ 1 മുഖം കാണിക്കൂ. തോറ്റമ്പി മുഖം കാണിക്കൂ. തോറ്റമ്പി നമ്പർ 2. തോറ്റമ്പി തോറ്റില്ലേ? ഇങ്ങനെ കാണിക്കും. തോറ്റമ്പി തോറ്റില്ലേ? തോൽവിയെ സമ്മതിക്ക്. തോറ്റില്ലേ? 8 നില തോറ്റില്ലേ? അപ്പൊ ഗൈസ് പിള്ളേർക്ക് ചലഞ്ച് കൊടുത്തു. 2 തോറ്റമ്പികളും തോറ്റു. അപ്പൊ ഇതിന്റെ പൈസ 700 രൂപ പിള്ളേർ 2 പേരും കൊടുക്കണം. ഇത് കഴിക്കാൻ 2 പേരെ കൊണ്ട് ഏത് സിമ്പിളായിട്ട് പറ്റും. ഇത് സിമ്പിളായിട്ട് പറ്റും. ഞങ്ങളും കഴിച്ചാണ്. ഞങ്ങൾ ഇത് ഫുള്ള് ഇതും കഴിച്ചു. അപ്പൊ ഗൈസ് പിള്ളേര് ഒരാളെ സാധിക്കാൻ വേണ്ടി പറഞ്ഞോണ്ട് ഒരാളുടെ മുഖത്തെ എക്സ്പ്രഷൻ ഗൈസ്. അപ്പൊ എന്തായാലും ഗൈസ് പിള്ളേരുടെ മുഖം നോക്കി ഗൈസ് ക്ഷീണിച്ചു വരുത്തി. എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ?
ഗൈസ് അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അമർ വ്ളോഗ്സിൽ ഇനി പുതിയൊരു വീഡിയോ അല്ലെങ്കിൽ ചലഞ്ച് കറികളൊക്കെ ആയിട്ട് വരുന്നതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ വീഡിയോ ഒക്കെ ഒന്ന് ഓഫ് ചെയ്യട്ടെ വിശ്വാസം. അപ്പോൾ ഗൈസ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആണ്. പിള്ളേർ 2 തോറ്റു. ഇത് പ്ലാത്ര തോറ്റമ്പി, അത് മലപ്പുറം തോറ്റമ്പി. എന്താ ഇങ്ങോട്ട് നോക്കാത്? കഷായൊക്കെ കുടിച്ചിട്ട് വന്നാണ്. എന്തായാലും തോറ്റു ഗൈസ്. അമ്രു വ്ലോഗ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്. അപ്പോൾ ഗൈസ് ടാറ്റ. അടുത്ത വീഡിയോ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വരാം. പൂവാണ് തോറ്റമ്പി വണ്ടി കയറിട്ട് സീറ്റ് ബെൽറ്റ് ഇടാറാണ്ട് നിൽക്കുക ഗൈസ്. സീറ്റ് ബെൽറ്റ് ഇടാറാണ്ട് നിൽക്കുക. എങ്ങനെ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടുക? കണ്ട ഗൈസ്, സീറ്റ് ബെൽറ്റ് ഇടാറിയാണ്ട് വണ്ടി ഉള്ളിൽ ഇപ്പൊ എനീണു. ഇതാ അങ്ങനെ തലക്കൂട്ട് അങ്ങനെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടാറില്ല ഗൈസ്. മൊണ്ണ സീറ്റ് ബെൽറ്റ് ഇടാറില്ല ഗൈസ്. ഇത്ര വലിയ മൊണ്ണേ നമ്മള് ഒക്കെ വ്ളോഗിൽ വരും. എന്നെ തട്ടി വ്ളോഗ്